ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, രണ്ട് യജമാനനെ ആർക്കും ഒരുമിച്ച് സേവിപ്പാൻ കഴിയില്ല. വിശ്വാസം കലർപ്പില്ലാത്തത് അത്രേ. അതത്രേ കർത്താവ് ഈ ദിവസം നമ്മോട് സംസാരിക്കുന്നത്. വിശ്വാസം കലർപ്പില്ലാത്തത് അത്രേ. ദൈവകൃപയാൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, വിശ്വാസവും നിർവ്യാജം തന്നെ ആയിരിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അയാളുടെ ശക്തിയുള്ള സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ ജനത്തിന്മേൽ കടന്നു വരുന്ന കൃപയ്ക്കായി സ്തോത്രം. പുല്ലുണങ്ങും പൂവാടും കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ നിലനിൽക്കുന്ന പ്രവൃത്തി ഓരോ വ്യക്തിയിലും കുടുംബത്തിലും അവിടുന്ന് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കാ നന്ദി. യേശുവിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വായിക്കട്ടെ. വിശ്വാസ വീരന്മാരുടെ പട്ടിക തുടരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 21-ാം വാക്യം നിങ്ങൾക്കായി ഒരിക്കൽ കൂടെ വായിക്കുന്നു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസെഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്തെ ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യാക്കോബ് യോസെഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു. യോസെഫിന്റെ മക്കൾ ആരാണ്? കടന്നു വരിക. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-ാം വാക്യവും 52-ാം വാക്യവും. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസെഫ് തൻ്റെ ആദ്യ ജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്നും പേരിട്ടു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, വിശ്വാസ വീരന്മാർ ഒരിക്കലും പരാജയപ്പെട്ടവരല്ല. അവർ ദൈവത്തിന്റെ കൃപയിൽ എന്നും എപ്പോഴും തങ്ങളുടെ മുൻപിൽ വന്ന പ്രതിസന്ധികളെ ജയിച്ച് മുന്നേറിയവർ അത്രേ. വഴിയുണ്ടെങ്കിൽ നടക്കാം എന്ന് പറയുന്നതല്ല വിശ്വാസം. ഇല്ലാത്ത വഴിയെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതാണ് വിശ്വാസം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മരണാസന്നനായി യാക്കോബ് ഇരിക്കുമ്പോൾ തന്റെ ഓരോ മക്കളെ വിളിച്ചിട്ട് അനുഗ്രഹിപ്പാൻ വേണ്ടി തുടങ്ങി. വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, യാക്കോബ് യോസെഫിനെ നോക്കി പറഞ്ഞ പ്രവചന ദൂത് ഇതായിരുന്നു: ഫലപ്രദമായ ഒരു വൃക്ഷം അത് ശത്രുവിന്റെ മതിലിന്മേൽ പടരുന്നു. ശത്രു മതിൽ കെട്ടി, ഇത്ര വന്നാൽ മതി, ഓ നീ വൃക്ഷമാണോ, നീ ഇത്ര വന്നാൽ മതി, നീ ഇത്ര ആയാൽ മതി, നീ ഇത്ര പ്രസംഗിച്ചാൽ മതി, നീ ഇത്ര ശുശ്രൂഷിച്ചാൽ മതി, നീ ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞ് എവിടെയാണോ ശത്രു ഒരു പ്രത്യേക മതിൽ കെട്ടിയത്, ആ മതിലിന്മേൽ പടരുന്ന ഒരു വൃക്ഷം അത്രേ ഒരു വിശ്വാസി. മതിലിന്മേൽ പടരുന്ന ഒരു വൃക്ഷമായിരുന്നു ഈ യോസെഫ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വ്യക്തി നിന്റെ മുൻപിൽ മതിൽ കെട്ടുന്നു എങ്കിൽ, ഏതെങ്കിലും ഒരു ജീവിതം നിന്റെ മുൻപിൽ അതെ നീ ഇത്ര ആയാൽ മതി എന്ന് പറഞ്ഞ് വേലി കെട്ടുന്നു എങ്കിൽ, വിളിച്ചു പറഞ്ഞാട്ടെ, നിന്നാൽ ഞാൻ പടക്കൂട്ടുന്നതിനെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. കാരണമെന്ത്? എന്റെ ദൈവം പരിധികൾ ഇല്ലാത്തവൻ. ഒരു വേലിക്കും ഒരു മതിലിനും എന്നെ ഒതുക്കി നിർത്തുവാൻ കഴിയാത്തവനാണ് ദൈവം. സ്വർഗം കൊണ്ട് ദൈവം ഒതുങ്ങിയില്ല. സ്വർഗാദി സ്വർഗത്തിലും ദൈവം അടങ്ങാത്തവൻ അത്രേ. ദൈവം അതിർത്തികൾ ഇല്ലാത്തവനായതുകൊണ്ട് എന്റെ ജീവിതത്തിനും അതേ അതിരുകൾ ഇല്ല. ഞാൻ തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും മേലേക്കും താഴേക്കും ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു എന്ന തലയോളം ഞാൻ വളരും. ഞാൻ വളരുവാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു. ഇഫ് യു ബോൺ അഗൈൻ, ബോൺ ഫോർ ഗ്രോത്ത്, എ സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത്, ഒരു പ്രകൃത്യാതീതമായ മേഖലയിൽ ഞാൻ വളരുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുക. യോസെഫിന്റെ മുൻപിൽ മതിലുണ്ടായിരുന്നെങ്കിലും ഈ യാക്കോബ് പ്രവചിച്ച് അവനെ നോക്കി പറയുകയാണ്, നീ തരണം ചെയ്യുന്നു, ആ മതിലുകളെ നീ തരണം ചെയ്യുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ പുതിയ നിയമസഭയെ നോക്കി ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ അത് വിളിക്കുകയാണ്, ജയിക്കുന്നവൻ, ജയിക്കുന്നവൻ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഓവർകമർ. അർത്ഥം എന്തോ അവനെ തടയുന്നതായ ശക്തിയുണ്ട്, അതിനെ തരണം ചെയ്യുന്നവൻ. ഓരോ വിഷമമുണ്ട്, അതിനെ തരണം ചെയ്യുന്നവർ. തടങ്കൽ, പാറകൾ, ഇടർച്ചക്കല്ലുകൾ, ഗൂഢാലോചനകൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ശത്രുതകൾ, രോഗങ്ങൾ, ശാപങ്ങൾ, സകലതിനെ ഞാൻ തരണം ചെയ്യുവാൻ പോകുന്നു. യോസെഫ് ഇതാ ഫലപ്രദമായ മുന്തിരി വള്ളി, ഫലപ്രദമായ ഒരു വൃക്ഷം. ആ ഫലപ്രദമായ വൃക്ഷമാകുന്ന യോസെഫിന് 2 മക്കളെ ദൈവം നൽകി. യാക്കോബ് പറഞ്ഞു കാണും, 27 വർഷക്കാലം യോസെഫ് മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചതാ, അവൻ എന്റെ മകൻ ജീവിച്ചിരുന്നു എന്ന്
യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എന്നാൽ അവനെ മാത്രമല്ല, അവന്റെ മക്കളെയും കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. നിങ്ങളത് കേട്ടുവോ? വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. 27 വർഷക്കാലം യാക്കോബിന് അറിയത്തില്ലായിരുന്നു യോസെഫ് ജീവിക്കുന്നു എന്ന്. എന്നാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു കാണാം, യാക്കോബ് വിചാരിച്ചു കാണും, എന്റെ മകൻ യോസെഫ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നു എങ്കിൽ, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യോസെഫ് 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 എന്ന് യാക്കോബ് ചിന്തിച്ചു. പക്ഷേ യോസെഫിനെ മാത്രമല്ല ഈ യാക്കോബ് പിൽക്കാലത്ത് കണ്ടത്, അവന്റെ മക്കളെ കൂടെ കാണുവാൻ ദൈവം അവന് ഭാഗ്യം നൽകി. നിനക്കുള്ള ദൂത് ഇതത്രേ. നിന്റെ പ്രാർത്ഥന വലുതായിരിക്കാം, ചെറുതായിരിക്കാം, ദീർഘമുള്ളതായിരിക്കാം, ഹ്രസ്വമായിരിക്കാം. എന്നാൽ നീ ചോദിക്കുന്ന അളവിൽ അല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നത്. ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം ഫലമായിട്ടത്രേ ദൈവം നിനക്ക് പ്രാർത്ഥനയെ തരുന്നത്. ആ മകനെ മാത്രമല്ല, അവന്റെ മക്കളെ കൂടെ കാണുവാൻ യാക്കോബിന് ദൈവം ഭാഗ്യം കൊടുത്തെങ്കിൽ, നീ ചോദിച്ച കാര്യത്തിന് മാത്രമല്ല, നീ ചോദിക്കാത്ത വിഷയങ്ങൾക്ക് കൂടെ ദൈവത്തിന്റെ കൃപയാൽ ചില മറുപടികൾ, വിടുതലുകൾ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ദൈവ മഹത്വത്തിനായി നീ കാണുവാൻ പോകുന്നു. ഫലപ്രദമായ വൃക്ഷമായ അവന് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. മൂത്തവൻ മനശ്ശെ, രണ്ടാമത്തവൻ എഫ്രയീം. മൂത്തവൻ മനശ്ശെ, രണ്ടാമത്തവൻ എഫ്രയീം. മൂത്തവന് അവൻ പേരിട്ടു അതെ മനശ്ശെ. മനശ്ശെ എന്ന വാക്കിന്റെ അർത്ഥം എന്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു. ആംപ്ലിഫൈഡ് വേർഷനിൽ ഗ്രീക്ക് ബൈബിൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എന്റെ സങ്കടം, എന്റെ സഹോദരന്മാർ എനിക്ക് വരുത്തിയ സകല സങ്കടത്തെ ഞാൻ മറന്നു. അവരെന്നെ കിണറ്റിൽ തള്ളിയിട്ടതാ, എന്റെ വസ്ത്രം വലിച്ചൂരിയതാ. അവരെന്നെ കിണറ്റിൽ തള്ളിയിട്ടപ്പോ എന്റെ പുറത്തുണ്ടായ മുറിവുകളാ ഇത്. ആ പൊത്തിപ്പറയുടെ വീട്ടിൽ എന്നെ കൊണ്ടുചെന്നിട്ടപ്പോൾ അവിടെ അവൾ പറഞ്ഞതായ വാക്കുകൾ എന്റെ മനസ്സിൽ മുറിവുണ്ടാക്കി. ആ മുറിവുകൾ കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ആ ജയിലിൽ കിടന്നപ്പോൾ ചങ്ങല കിടന്നതായ മുറിവുകളാ എന്റെ കയ്യിലും കാലിലും ഉള്ളത്. എന്നാൽ യോസെഫ് പറയുന്നു, ആ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു. എന്റെ സഹോദരന്മാരോടുള്ള ആ കയ്പ് എനിക്കില്ല. പൊത്തിഫറയുടെ ഭാര്യയോട് എനിക്ക് കയ്പില്ല. എന്റെ യജമാനൻ പൊത്തിഫറയോട് എനിക്ക് കയ്പില്ല. എന്നെ ജയിലിൽ വെച്ച് മറന്നു കളഞ്ഞതായ പാനപാത്ര വാഹകനോട് എനിക്ക് കയ്പ് ഇല്ല. എന്റെ സഹോദരന്മാരോട് കയ്പില്ല, പൊത്തിഫറയോടും ഭാര്യയോടും എനിക്ക് കയ്പില്ല. കൂടെ ജയിലിൽ കിടന്നവർ, എന്നെ മറന്നു കളഞ്ഞവർ, അവരോട് എനിക്ക് കയ്പ് ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അല്പം കയ്പ് ആരോടെങ്കിലും നിനക്കുണ്ട് എങ്കിൽ ഇന്ന് പകൽ മനസ്സിലാക്കുക, യു ആർ ഇൻ എ ഡേഞ്ചറസ് സോൺ. നീ ഒരു അപകട മേഖലയിൽ അത്രയും നിന്നുകൊണ്ടിരിക്കുന്നത്. അവർ എന്റെ സംഘടനയിൽപ്പെട്ടവരല്ല, അവർ വേർപെടാത്തവരാണ്, അവർക്ക് വിശുദ്ധി പോരാ, അവരുടെ പ്രസംഗം അത്ര നല്ലതല്ല, അവർക്ക് എന്റെ ജാതിയിൽപ്പെട്ടവരല്ല എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ തിരസ്കരിച്ച് മറ്റുള്ളവരെ കുറിച്ചുള്ള കയ്പ് നീ കൊണ്ടു നടക്കുന്നെങ്കിൽ ആ ചെറിയ കയ്പ് തന്നെ നിന്നെ മുഴുവൻ മലിനമാക്കി കളയും. ചെറിയൊരു കയ്പ് മതി മറ്റുള്ളവർക്കെതിരെയുള്ളത്, മറ്റ് സ്ഥാപനങ്ങൾ, മറ്റ് സംഘടനകൾക്കെതിരെയുള്ളത്. ആ ചെറിയ കയ്പ് നിന്നെ മുഴുവൻ മലിനമാക്കി കളയും. വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷൻ ട്രിപ്പിന് വേണ്ടി കടന്നുപോയി. ഒരു പുതിയ മിഷണറി ഞങ്ങൾക്ക് ചിക്കൻ കറി, കോഴി ഇറച്ചി പാചകം ചെയ്ത് നൽകി. അത് വായിൽ വച്ച ഉടനെ വളരെ കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? അവസാനം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബ്രദർ, അതിനകത്ത് കോഴിയുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ കയ്പുണ്ടല്ലോ, അതെടുത്ത് കളയാൻ ഞാൻ മറന്നുപോയി. ചെറിയ കയ്പ് തന്നെ മുഴുവൻ മലിനമാക്കിയതുപോലെ, കറി മുഴുവൻ മലിനമാക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന് ഉള്ളിൽ നീ കൊണ്ടു നടക്കുന്നതായ ആ കയ്പ് നിന്റെ അമ്മായിയമ്മയ്ക്കെതിരെ, നിന്റെ അമ്മായിയപ്പനെതിരെ, നിന്റെ ബന്ധുക്കൾക്കെതിരെ, നിന്റെ ഭർത്താവിനെതിരെ, ഭാര്യക്കെതിരെ, അവർ ചെയ്തത്, ഇവർ ചെയ്തത്, മറ്റവർ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത് കൊണ്ടും നടക്കരുതേ. കയ്പ് കൊണ്ട് നടക്കുന്ന സഹോദര സഹോദരി, മൂർഖൻ പാമ്പ് വിഷം കൊണ്ട് നടക്കുന്നതിനേക്കാൾ അത് ഭയങ്കരമത്രേ. പാമ്പ് വിഷം കൊണ്ട് നടന്നാൽ മറ്റുള്ളവർക്കാണ് ഹാനികരം, പാമ്പിന് ഹാനികരമല്ല. എന്നാൽ പാസ്റ്റർക്കെതിരെ, വിശ്വാസികൾക്കെതിരെ, ബന്ധുക്കൾക്കെതിരെ, നാട്ടുകാർക്കും വീട്ടുകാർക്കുമെതിരെ കയ്പ് കൊണ്ട് നടക്കുന്ന സഹോദരി സഹോദരന്മാർ കേൾക്കണമേ, മറ്റുള്ളവർക്കെതിരെയുള്ള കയ്പ് നിന്റെ ഉള്ളിൽ നീ കൊണ്ട് നടന്നാൽ മറ്റുള്ളവർക്ക് കുഴപ്പം വരത്തില്ല, പക്ഷെ നിനക്കത് ഹാനികരമത്രേ. നിന്റെ ബ്ലഡ് പ്രഷർ അത് കൂട്ടും, നിന്നെ സ്ഥിരമായത് രോഗിയാക്കി തീർക്കും. ചിലപ്പോൾ ഡയബറ്റിക്കോ ഹാർട്ട് പ്രോബ്ലമോ മറ്റു തരം മാരക രോഗത്തിലേക്ക് നിന്നെ അത് തള്ളിയിടും. അതുകൊണ്ട് ഇന്ന് പകൽ ആ കയ്പിനെ എടുത്ത് പുറത്തുകള. ദൈവം കയ്പിന്റെ ദൈവം അല്ല, അവൻ മാധുര്യത്തിന്റെ ദൈവം അത്രേ. യോസെഫിന് പുതിയൊരു ശിശു, നവജാത ശിശു ജനിച്ചപ്പോൾ യോസെഫ്, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ഒരു കൺവിക്ഷൻ, അവന്റെ ഉള്ളിൽ ഒരു ബോധം, അവന്റെ സഹോദരന്മാർ മറ്റുള്ളവർ അവനെതിരെ ചെയ്തത് മുഴുവൻ അവൻ മറക്കാൻ തീരുമാനിച്ചു. മറ്റുള്ളവരോട് ക്ഷമിച്ചു, അവൻ മറന്നു. ഈ ദിവസം നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ 2 കാര്യങ്ങൾ കർത്താവ് നിന്നോട് പറയുന്നു: ക്ഷമിക്കുക, മറക്കുക. ക്ഷമിക്കുക,
മറക്കുക, ക്ഷമിക്കുക, മറക്കുക. അവരും ഇവരും ചെയ്തത് ആ കുഞ്ഞിലേക്ക് അടിച്ചേൽപ്പിപ്പാൻ യോസെഫ് ആഗ്രഹിച്ചില്ല. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നമ്മൾ ചിലർ പറയുന്നത് പോലെ, ആ മോനെ മകളെ 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ന ആള് ഇതുപോലെ എനിക്കെതിരെ ചെയ്തു, ഇന്ന ആൾ ഇന്ന കല്യാണ വീട്ടിൽ വെച്ച് എന്നോട് ഇങ്ങനെ പെരുമാറി, എന്റെ ഇന്ന പാസ്റ്റർ ഇന്നതുപോലെ കാര്യം ചെയ്തു. ആ കുഞ്ഞിലേക്ക് തലമുറയായി ആ കയ്പ് പകരുവാൻ യോസെഫ് ആഗ്രഹിച്ചില്ല. ഇന്ന് പകൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് പറയുന്ന മാതാപിതാക്കൾ, അതെ, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ചെയ്തതായ കയ്പുകൾ ഒരിക്കലും തലമുറകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യരുത്. വീട്ടിലിരുന്ന് മക്കളുടെ മുൻപിൽ മറ്റുള്ളവരെ കുറ്റം പറയരുത്. നിന്റെ ഭവനം കുറ്റം പറയുന്ന ഭവനം ആകരുത്. നിന്റെ ഭവനം ഒരു ഇൻഫർമേഷൻ സെന്റർ ആകരുത്. നിന്റെ ഭവനം ഒരു ആരാധനയുടെ ഭവനം ആയിരിക്കട്ടെ, സ്തുതിയുടെ ഭവനമായിരിക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ നിറയുന്നു എങ്കിൽ നിന്റെ ഭവനത്തിൽ ഒരിക്കലും വിഷം മുറ്റിയ മൂർഖൻ കുഞ്ഞുങ്ങളായിട്ടല്ല നിന്റെ മക്കൾ വളർന്നു വരുന്നത്. നിശ്ചയമായി ഒലിവ് തൈകളെ പോലെ, നിലവിളക്കുകളെ പോലെ, മൂലയിൽ കൊത്തിവച്ചിരിക്കുന്ന മൂലത്തൂൺ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ സന്നിധിയിൽ വളരുക തന്നെ ചെയ്യും. യോസേഫ് തീരുമാനിച്ചു, ഞാൻ എന്റെ സഹോദരന്മാരോട് ക്ഷമിക്കും, പൊത്തിഫറയോടും കുടുംബത്തോടും ഞാൻ ക്ഷമിക്കും, കാരാഗ്രഹത്തിൽ എന്നോട് കൂടെ കിടന്ന് മറന്നവരെ ഞാൻ ക്ഷമിക്കും, ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ മറക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ മറക്കുന്നു. അങ്ങനെ ക്ഷമിക്കുമെങ്കിൽ മറക്കുമെങ്കിൽ വലിയ വിടുതൽ മുൻപിലുണ്ട്. ഒന്നാമതായി നീ ക്ഷമിക്കുന്നു, മറക്കുന്നു. അപ്പോൾ രണ്ടാമതായി എന്താ സംഭവിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, രണ്ടാമത് ഒരു മകൻ ജനിച്ചിരിക്കുന്നു, അവന്റെ പേര് എഫ്രയീം. എഫ്രയീം എന്ന വാക്കിന്റെ അർത്ഥം ഫലഭൂയിഷ്ടം, ഫലപ്രദമായ വൃക്ഷം എന്ന് യോസെഫിനെ കുറിച്ച് യാക്കോബ് പറഞ്ഞതുപോലെ രണ്ടാമതായി അവന്റെ അർത്ഥം, അവന്റെ രണ്ടാമതായി ജനിച്ചതായ മകന്റെ പേര് എഫ്രയീം. അർത്ഥം ഇതത്രേ, അവൻ ഫലഭൂയിഷ്ടം. നീ ഫലഭൂയിഷ്ടമായി തീരുവാൻ ഒന്നാമതായി മനശ്ശെ ജനിക്കണം. മനശ്ശെ ജനിച്ചിട്ടേ എഫ്രയീം ജനിക്കത്തുള്ളൂ. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് ക്ഷമിച്ച്, മറ്റുള്ളവരോട് മറക്കേണ്ടത് മറന്നാൽ മാത്രമേ രണ്ടാമതായി നിന്റെ ജീവിതത്തിൽ ഒരു എഫ്രയീം ജനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസത്തിൽ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുക, മറക്കേണ്ടത് മറക്കുക. ഒരു എഫ്രയീം, ഒരു ഫ്രൂട്ട്ഫുൾനെസ്, ഒരു ഫലപ്രദമായ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് മനശ്ശെ ജനിക്കേണ്ടത് ആവശ്യം. അവർക്കും ഇവർക്കും മറ്റവർക്കും എതിരെയുള്ളതായ കയ്പുകൾ കൊണ്ടു നടന്നാൽ ഒരിക്കലും ഒരു ഫലഭൂയിഷ്ടം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. നീ പറയുന്നുണ്ടായിരിക്കും, ബ്രദർ, നിർബന്ധമായി അവരെന്നെ കൊന്ന് ക്രൂശിക്കും എന്ന് വെല്ലുവിളിച്ചിരിക്കുന്നു. അവർ വെല്ലുവിളിക്കട്ടെ, പക്ഷെ നിന്റെ ഉള്ളിൽ ആ കയ്പുണ്ടാകരുത്. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകയാൽ അവരോട് ക്ഷമിക്കണമേ. യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പിലാത്തോസിന്റെ അടുത്ത് പോയി, എടാ പിലാത്തോസെ, വലിയ ഗവർണറെ, നീ എന്നെ തല്ലിക്കൊന്ന് ക്രൂശിൽ, അതെ, നീ എന്നെ തല്ലിക്കൊന്ന് കല്ലറയിൽ വെച്ചു, കണ്ടോ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് പിലാത്തോസിന് മുമ്പിൽ വീമ്പിളക്കുവാൻ വേണ്ടി പോയതേയില്ല. നിന്നെ തകർക്കുവാൻ വേണ്ടി വെല്ലുവിളിച്ച് നിൽക്കുന്നവരുടെ മുൻപിൽ വീണ്ടും ചെന്ന് വീണ് ആ ചെന്നായ്ക്കൾ മുഴുവൻ നിന്റെ മേൽ ചാടി വീഴണം എന്നല്ല ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു പിടിപ്പിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് മറിയേണ്ടടുത്ത് മറഞ്ഞിരിക്കെ, നിന്റെ ഉള്ളിൽ കയ്പുണ്ടാകരുത്. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നതുപോലെ അവന്റെ സാന്നിധ്യത്തിലും അവന്റെ സഹിത്വത്തിലും നിറഞ്ഞിരിക്കുക. യേശുവിന്റെ സ്വഭാവം നിന്നിൽ ഉണ്ടായിരിക്കട്ടെ. വിടേണ്ടത് വിട്, ക്ഷമിക്കേണ്ടത് ക്ഷമിക്ക. ദൈവത്തിന്റെ കൃപയിൽ കയ്പില്ലാത്തവരായി ജീവിക്കുക. കയ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ ഉള്ളിൽ കയ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്തുണ്ടോ അതാണ് നീ കൊടുക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ വരുന്നവരോടും പോകുന്നവരോടും ആ കയ്പിന്റെ വാക്ക് നീ പറയും. നിന്റെ പ്രസംഗത്തിൽ കയ്പായിരിക്കും, നിന്റെ എഴുത്തിൽ കയ്പായിരിക്കും, നിന്റെ